സാരിയെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്തത് മുഖത്ത് കുറച്ച് പരീക്ഷണങ്ങളായിരുന്നു. പരീക്ഷണങ്ങളല്ല, കുറച്ച് ബീട്രൂട്ട് പൊടിയൊക്കെ ഇട്ടു. അതിന് ശേഷം നൈറ്റ് ഞാൻ മുടിയിലൊക്കെ കുറേ റോസ്മേരി വാട്ടറൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം മുടി നല്ലപോലെ ചീവി ചെടയൊക്കെ കളഞ്ഞ് പിന്നെ ഞാനതൊന്ന് പിന്നി വെക്കാം. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മുടി ഇങ്ങനെ പിരിപിരിയായിട്ട് പിന്നി വെക്കും. അതിന് മുമ്പ് എങ്ങനെയാണ് മുടി കെട്ടേണ്ടതെന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അതിന് ശേഷം മുടി ഇതുപോലെ നമ്മുടെ ആഫ്രിക്കക്കാർ പിന്നുന്ന പോലെ പിന്നി എന്ന് വെച്ചാൽ തീരെ പൊടി പിന്നല്ല, കുറച്ച് ഉറക്കമൊക്കെ വന്നുകൊണ്ട് വൈക്കോട്ട് വന്നുകൊണ്ട് ചെറിയ ചെറിയ പിന്നിലാക്കി എടുത്ത് വെച്ചു. പിന്നിലെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ എല്ലാം കൂടെ മൂന്നും കൂടെ ഒരുമിച്ച് കെട്ടി വെക്കും. കെട്ടി വെച്ചിട്ട് അറ്റം നല്ലപോലെ ടൈറ്റായിട്ട് മുറുക്കി മടക്കി പിന്നി വെക്കും. അതാണ് എൻ്റെ ഒരു ശീലം. പിന്നെ ഇച്ചിരി മുഖം ക്ലിയർ ആക്കാമെന്ന് കരുതി കുറച്ച് നൈറ്റ് ക്രീം, അതായത് ഞാൻ ഡാബ്ഡോക്കിൻ്റെ നൈറ്റ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. നൈറ്റ് ക്രീമൊക്കെ തേച്ചു, മിച്ചമുള്ളത് കയ്യിലൊക്കെ തൂത്തു. പിന്നെ എന്താ പറയുക, ഒന്ന് ഐബ്രോ ഒക്കെ ഒന്ന് എഴുതണം. കാരണം ഞാൻ എന്തെങ്കിലും പരിപാടി ഉണ്ട് ഐബ്രോ എഴുതി വയ്ക്കും. എനിക്ക് ഐബ്രോ അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഐബ്രോ പെൻസിലൊക്കെ എടുത്ത് ഐബ്രോ ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചു. ദെൻ വേറെ ഒന്നും ചെയ്തില്ല, അത്രയേ ഉള്ളൂ. പിന്നെ രാവിലെയായി, നമ്മുടെ ഇത്തേട്ട ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരുങ്ങുന്ന കാണിച്ചു തരാനുള്ള തത്രപ്പാടിലാണ്. ഞാനപ്പോൾ ഇന്നലെ തന്നെ എല്ലാം പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് വലിയ സീനൊന്നും എനിക്ക് ഉണ്ടായില്ല ഒരുങ്ങാനായിട്ട്. പിന്നെ ഉള്ളത് ഈ ഞൊറിയാണ്. വട്ട് ഈസ് ഞൊറി മാൻ എന്ന് പറയുന്ന പോലെ ഞൊറിയാൻ ഇച്ചിരി പാടായിരുന്നു. എന്നാലും അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ വെള്ളയിട്ടു കുപ്പി വെള്ളയിട്ടു. അപ്പം സാരി കൊടുത്തപ്പോൾ എനിക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ്നെസ് തോന്നി, കംപ്ലീറ്റായി എന്നുള്ള തോന്നി. ഇന്നലെ വൈകിട്ട് തന്നെ എല്ലാം എടുത്ത് പ്ലേറ്റ് ചെയ്ത് വെച്ച് തേച്ച് മടക്കി വെച്ചുകൊണ്ട് നല്ല വൃത്തിക്ക് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ രാവിലെ കുളിച്ചപ്പോഴത്തേക്കും തലയും കൂടെ അറിയാതെ ഒന്ന് നനച്ച് പോയി. പക്ഷെ ആ പിന്നലോടെ തന്നെയായിരുന്നു നനച്ചത്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും വന്നില്ല. പിന്നെ മുടി അതുപോലെ ഒതുങ്ങിയിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ മുടിയൊക്കെ കാണാൻ. അധികം നനച്ചില്ല, ഒറ്റപ്പാടെ വെള്ളം ഒഴിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് അബദ്ധം മനസ്സിലാക്കി ഞാൻ പിന്നെ ഒഴിക്കാൻ പോയില്ല. പിന്നെ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് കണ്ണെഴുതുന്നത് എനിക്ക് ടാസ്ക്കാണ് കേട്ടോ. കാരണം എനിക്ക് കണ്ണിൻ്റെ അടിയിൽ പെട്ടെന്ന് പടരും. പിന്നെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കമ്മലൊക്കെ ഒത്തിരി മാറി നോക്കി അവസാനം കിട്ടിയ കമ്മലൊക്കെയാണ് എടുത്തിട്ടത്. അപ്പം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇച്ചിരി സ്ലോ മോഷനൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചതാണ്. പക്ഷെ പാട്ടിടുമ്പോഴത്തേക്കും നമുക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ എന്തായാലും ഇടും. അപ്പം ഇനിയിപ്പോൾ കല്യാണത്തിന് പോവാം. അപ്പോൾ ഓക്കെ, ബൈ.